നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഇപ്പോൾ ഒന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പാട്ടാണ് നമ്മുടെ ഒരു പെൺകുട്ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത സ്ത്രീ എന്നുവെച്ചാൽ പുള്ളിക്കാരിക്കേണ്ട അനുഭവവും പിന്നെ സ്ത്രീ സുരക്ഷ അത് മാത്രം മുന്നിൽ കണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മുടെ എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13 അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പാട്ട്. അത് പുള്ളിക്കാരിക്ക് ഉണ്ടായ അനുഭവമാണ് പങ്കുവെച്ചിരിക്കുന്നത്. ഇതൊരു തമാശ രൂപത്തിലായാലും കുറച്ച് ഹാർഷായിട്ടുള്ള രൂപത്തിലായാലും എല്ലാവരും ഇതിനെ പിടിച്ചിട്ടൊരു ട്രോള് പോലെയും എല്ലാം നിലവിൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും മോശമായിട്ടുള്ള രീതിയിലും കാണാൻ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കോമഡി ബേസിലുള്ള ഇതിലെല്ലാം നിലവിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനും അതിൻ്റേത് ഒരു വീഡിയോ നിലവിൽ ഇട്ടിട്ടുണ്ട്. മോശമായിട്ടുള്ളതല്ല, നമുക്കൊരു ട്രോൾ എന്നുള്ള ലെവല് അതിലൂടെ ഇട്ടത്. പക്ഷേ ഇതിൽ താഴ്ത്ത് വരുന്ന കമൻറ്റുകൾ എന്ന് വെച്ചാൽ ഞാൻ ഇട്ട വീഡിയോയിലായിക്കോട്ടെ, ആരിതിനെ റോസ്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴ്ത്ത് വരുന്ന കമൻറ്റുകളെല്ലാം ഈ പറയുന്ന ഗായികക്കെതിരെയുള്ള മോശമായ അത്രയും രീതിയിലുള്ള മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത്. ഇപ്പോൾ ആ റോസ്റ്റ് ചെയ്തെടുത്ത വീഡിയോയിൽ മാത്രമല്ല, പൊതുവെ ആ പറഞ്ഞ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റ് ചെയ്തതിൻ്റെ താഴെ വരെ അത്രയും അശ്ലീലമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ഫേസ്ബുക്കിലാണ്. അതെന്താണെന്ന് അറിയില്ല. അതിപ്പോൾ ഫേസ്ബുക്കിൽ മൊത്തം അമ്മാവന്മാരായതുകൊണ്ടാണോ എന്നുള്ള കാര്യം അറിയില്ല. മൊത്തത്തിൽ അവിടെ നെഗറ്റീവ് ഇത് വരുന്നത് മൊത്തം ഫേസ്ബുക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കുറേ സൈബർ ബുള്ളിയും കാര്യങ്ങളെല്ലാം ഈ പാട്ടിന് ശേഷം വന്നിട്ടുണ്ട്. ആ പുള്ളിക്കാരിക്ക് ഉണ്ടായ ഒരു അനുഭവം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് പങ്കുവെച്ചിട്ട് പാട്ട് പാടിയിരിക്കുന്നത്. എപ്പോഴോ നടന്ന ഒരു ഇതേപോലെയുള്ളൊരു മോശമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് അത് ഇപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ ഇഷ്ടം പോലെ ഇത് വരുന്നുണ്ട്. കാരണം ആ സമയത്ത് ഇത് പറയാണ്ട് ഇത് എന്താണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സ്ത്രീകൾ തന്നെയുണ്ട് കുറേ ആൾക്കാർ. എന്തുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളിലും ഇവർ ഇടപെടാത്തതും അല്ലെങ്കിൽ എല്ലാ വിഷയവും എന്തുകൊണ്ട് ഇതൊന്നും പുറത്തു കൊണ്ടുവരാത്തതെന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ചാനൽ അറ്റൻഷൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു ന്യൂസ് ആണെങ്കിൽ അവിടെ കയറി ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ന്യൂസ് വാർത്തയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുമ്പ്. പക്ഷേ ഇതല്ലാതെ കേൾക്കാത്തതും കാണാത്തതും കുറേ ഇൻസിഡൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിലും ഇതിലൊന്നും ഒരു സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് നിലവിൽ നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമുക്കറിയാലോ, കുറേ പീഡന കേസുകൾ, കുറേ ലൈംഗിക അതിക്രമം അങ്ങനെയൊക്കെ നിലവിൽ വരുന്നുണ്ട്. സ്ത്രീകൾ വരെ കള്ളക്കേസ് ഉണ്ടാക്കി പുരുഷന്മാരിനെ കൊടുക്കുന്ന സ്ഥിതിവിശേഷം വരെ നിലവിലുണ്ട്. ഒന്നിലും തന്നെ ഇടപെടാതെ എന്ത് തന്നെയാണ് ഇവിടെ ഒരു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എല്ലാത്തിലും ചെയ്യുന്നില്ല. കാരണം സ്ത്രീ സുരക്ഷ പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും നല്ല ശക്തമായിട്ട് നിൽക്കുന്ന ആ ഓരോരോ ഒരിതുണ്ടല്ലോ, അത് ഒന്നും തന്നെ ഇടപെടുന്നില്ല എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു വിഷയം. കാരണം ചെറിയ കേസ് തൊട്ട് വലിയ കേസ് വരെ, ചെറിയ കേസ് വലിയ കേസൊന്നുമില്ല. സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ബുദ്ധിമുട്ടായാൽ അത് വലിയ കേസ് തന്നെയാണ്. അല്ലാതെ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാത്ത ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടൊക്കെ പോയി ഇടപെടുന്ന പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എനിക്ക് മാത്രമല്ല പലർക്കും ഇതുപോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോൾ അവരും ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെയും ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടി ഇതേപോലെ സൈബർ ബുള്ളിങ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സൈബർ ബുള്ളിങ് ഒക്കെ വരുന്ന സമയത്ത് ഇതേപോലുള്ള സ്ത്രീ സംഘടനകളൊന്നും നിലവിൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത്, ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്? അപ്പോൾ ആ പറഞ്ഞ ആ പാട്ട് പാടിയ ഗായിക, അനുഭവം പങ്കുവെച്ച ആ ഗായികൻ്റെ ഒരു ഇൻ്റർവ്യൂ നിലവിൽ മനോരമ ന്യൂസിൽ വന്നിട്ടുണ്ട്. ആ ന്യൂസിന് കുറച്ച് പോയി ഞാൻ അവിടെ വയ്ക്കാം. ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള കറക്റ്റ് ധാരണയുള്ള ആളുകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ന്യൂസ് ചാനലിൽ കൂടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലിപ്പ് പുറത്തിറങ്ങുമ്പോൾ ഇത് വേറൊരു ഓഡിയൻസിലേക്ക് എത്തുകയാണ്. നമ്മൾ ഇത്രനാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പരിചയമില്ലാത്ത, വേറൊരു ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വേറൊരു പെർട്ടിക്കുലർ ബോക്സിനുള്ളിൽ മാത്രം കാര്യങ്ങൾ കാണുന്ന കുറേ ആളുകളിലേക്ക് ഇത് എത്തിയപ്പോഴേക്കും അവർക്ക് ഇറ്റ് വാസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഡൈജസ്റ്റ് ഇതെന്താ സംഭവം. ലൈക്ക് അവർക്ക് ഭയങ്കര പുതിയ കാര്യമാണ്. സോ ഐ തിങ്ക് ഇപ്പം ജനറലി ഉള്ളൊരു സൈബർ അറ്റാക്ക്, ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ പുറകിൽ ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള തൊട്ടാൽ പൊട്ടുന്ന അത്രയും ട്രിഗേർഡ് ആയിട്ടുള്ള കുറേ ആളുകളിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ശരിക്കും ഇങ്ങനെ ഒരു കമന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ഗൗരി എന്ന ഗായികയ്ക്ക് മുറിവുണ്ടാകുന്നുണ്ടോ? ഗൗരി എന്ന ഗായികയ്ക്ക് മുറിവൊന്നുണ്ടാവില്ല. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഒരു എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ട്രാഫിക് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിലാണെങ്കിലും ഓഡിയോ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും ഒക്കെ. ഗ്രാഫ് നമ്മൾ അനലറ്റിക്സ് നോക്കുമല്ലോ. അപ്പം ഒരുപാട് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ ആണെങ്കിലും ഇപ്പം എന്തിട്ടാലും ഭയങ്കര റീച്ചാണ്.
അപ്പം ദാറ്റ് ഇസ് ദയർ ആസ് എ പ്രൊഫഷണൽ സ്പേസ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം നമ്മൾ ഈ പാട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ വിന്യൂ ഇത് വളരെ കാവ്യാത്മകമായിട്ടല്ല നമ്മൾ കാര്യങ്ങൾ പറയുന്നത്, നേരെ പച്ചയ്ക്ക് പറയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രൊഫഷണൽ സൈഡിൽ ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ്. പക്ഷേ പേഴ്സണൽ സൈഡിൽ ഇറ്റ് വാസ് ടു ക്വിക്ക് ഫോർ മീ. പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് ഒന്ന് പോസ് ചെയ്യേണ്ടി വന്നു, എന്ത് സംഭവം എന്ന് തിരിച്ചറിയാൻ വേണ്ടി. സംഗതി ഇത് വൈറലായതും റീച്ച് ആയതെല്ലാം ഈ ട്രോള് കൊണ്ടാണ്. ഇത് പിന്നെ അല്ലെങ്കിൽ ഇത് എത്രത്തോളം പേരിലോട്ട് എത്തുന്നുള്ള കാര്യം, ഇതൊരു ട്രോള് ഒരു ബേസ് ഇതിൽ വരുന്ന സമയത്താണ് ഇത് കുറച്ച് പേരിലോട്ട് എത്തുന്നത്. ആ ട്രോള് വെച്ച് എല്ലാ റവന്യൂവിൻ്റെ ബേസിലാണ് എല്ലാവരും ട്രോൾ ആയിക്കോട്ടെ റിയാക്ഷൻ ആയിക്കോട്ടെ എല്ലാം ചെയ്യുന്നത് എല്ലാം ആ ബേസിലാണ്. പക്ഷേ ഇതിൻ്റെ താഴത്ത് വരുന്ന കമൻറ്റുകൾ അത്രയും ഒരു ഇത് ഈ ലെവലിലുള്ള ഒരു തന്നെയാണ് നിലവിൽ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്നത്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതപ്പോൾ ഏതൊരു വീഡിയോ എടുത്തിട്ടാലും ഒരു വീഡിയോൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കും നമ്മൾ പറയുക. ആ പോസിറ്റീവ് സൈഡിനെ തന്നെ രണ്ട് വശമായിട്ട് കാണാൻ ഈ കമൻറ്റ് ബോക്സിലുള്ള ആൾക്കാർക്ക് പറ്റും. ഇത് ഈ പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് പോസിറ്റീവായിട്ട് പറയുന്നത്. പക്ഷേ അത് കേൾക്കുന്നവൻ അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കണം എന്നുള്ളത് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ മോശം ആയിട്ടുള്ള വർത്തമാനം ഈ വ്യക്തിഹത്യ നടത്തുക, പിന്നെ ഒരാളുടെ ബോഡി ഷേമിങ് കമൻറ്റ് ബോക്സിലൂടെ ബോഡി ഷേമിങ് നടത്തുക ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു വ്യക്തി ഒരു പാട്ട് പാടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാട്ട് പാടിയതിനെയും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുക, ഈ പാട്ടിൻ്റെ അനുഭവങ്ങൾ കാര്യങ്ങൾ. അല്ലാതെ ഒരു വ്യക്തിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതൊരു സൈബർ ബുള്ളിങ്ങിലോട്ട് പോവുകയും കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ തൂങ്ങി മരിച്ചൊരു സംഭവം ഇതേപോലെ വന്ന ഒരു സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് വന്നത്. പക്ഷേ അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മാറി. അപ്പോൾ സൈബർ ബുള്ളിങ്ങിലോട്ട് പോകുമ്പോഴാണ് പ്രശ്നം. കാരണം ഒരാളുടെ വ്യക്തി ജീവിതത്തിലോട്ട് കടന്നു കയറി ഇതെല്ലാം നെറ്റ് ഓൺ ആക്കിയാലുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇതെല്ലാം നെറ്റ് ഓൺ ആക്കിയാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നെറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നടക്കണമെന്നും നമ്മളറിയില്ല. അത് വേറൊരു വശം. അതുകൊണ്ട് പറയുന്നത് നമ്മൾ എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഒരു സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തി ആയിക്കോട്ടെ, നമുക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയും അല്ലെങ്കിൽ ഇതേപോലെ പാട്ടായാലും സിനിമ ഇതിനെ വിമർശിക്കുക. അല്ലാതെ ഒരാളുടെ വ്യക്തിഹത്യ നടത്തുക, അയാൾ ചെയ്തത് വലിയൊരു കുറ്റകരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ സമ്മതിച്ചു, നമ്മൾ എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ ഒരു പാട്ട് പാടിയ സ്ഥിതിക്ക് പുള്ളിക്കാരൻ്റെ ഒരു അനുഭവം പങ്കുവച്ച സ്ഥിതിക്ക് നമ്മൾ ആ അനുഭവത്തിനെ കുറിച്ചും പാട്ടിനെ കുറിച്ച് സംസാരിക്കാതെ ഒരാളുടെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലോട്ട് മാറിയോ എന്നൊരു സംശയം. മാറിയോന്നല്ല, മാറിയിട്ടുണ്ട് പലതിലും. അപ്പോൾ അങ്ങനെ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എപ്പോഴും നെഗറ്റീവ്സ് ഇടുന്നതിന്റെ ഒരു ലക്ഷ്യം അവർ ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കുക എന്നുള്ളതാണ്. ഒന്ന് അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമന്റ് സെക്ഷനിൽ പോയിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരുപാട് പേര് ഇത് ചെയ്യുമ്പോൾ മേ ബി അതിന് പ്രീവിയസ് ആയിട്ടൊരു 4 കമന്റ് അബ്യൂസീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കമന്റ് ഇട്ടാലാണ് നമുക്ക് അറ്റൻഷൻ കിട്ടുക എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ട്. ജെനുവിൻലി അഭിപ്രായം പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ജെനുവിൻലി അഭിപ്രായം പറയുന്നവർ അബ്യൂസീവ് ലാംഗ്വേജിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അവർ ജസ്റ്റ് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നുള്ളതല്ലാണ്ട് ഭയങ്കരമായിട്ട് ഈ തെറി വിളിക്കുക എന്നുള്ള പരിപാടി ഒരു അറ്റൻഷൻ സീക്കിംഗ്, ഒരു മോബ് മെന്റാലിറ്റിയാണ്. എല്ലാവരും ചെയ്യുന്നെങ്കിൽ പിന്നെ ഞാനും ചെയ്തേക്കാം എന്നുള്ളൊരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നു. കേട്ടിട്ടൊന്നും ആയിരിക്കില്ല മോസ്റ്റ്ലി. മുറിവെന്ന പാട്ടില് ഈ പറഞ്ഞ പോലെ ഹേറ്റേഴ്സിനെ ചൊടിപ്പിച്ച ഘടകം എന്തായിരിക്കും? ചില വാക്കുകളാണോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരു പാട്ടുകാരി തന്നെ പറയുന്നതോ, അതെന്തായിരിക്കും ആ ഒരു തോന്നുന്നത്? എന്താണ് ലോജിക്കലി ആലോചിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചും തോന്നുന്നത്? കാരണം ഞാൻ ഒരാളെ അബ്യൂസീവായിട്ട് ചീത്ത വിളിക്കുന്നില്ല, ഒരു വർഗത്തിനെ മൊത്തം മോശമെന്ന് പറയുന്നില്ല. എനിക്കിതാണ് തോന്നിയത്, ഞാനിതാണ് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതാ ഒരു ജെൻഡർ പ്രശ്നം തന്നെയാണ് അവിടെ എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഈ പെർട്ടിക്കുലർ ജെൻഡറിലുള്ള ഒരാൾ ഈ രീതിയിൽ ഇന്ന കാര്യം പറയാൻ പാടില്ല എന്നുള്ളൊരു സൊസൈറ്റൽ കണ്ടീഷനിങ് എന്ന് വരുന്ന ഹേറ്റഡ് ആണ് പ്യുവർലി. അല്ലാണ്ട് ഞാൻ എത്ര പ്രാവശ്യം ആ വരികളിൽ കൂടെ പിന്നെയും വായിച്ചു നോക്കിയാലും ഒരു സ്ഥലത്തും ഒരു സംഘത്തെ മുഴുവൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന ഒന്നും അവർ എഴുതി വെച്ചിട്ടില്ല. അപ്പം ആ ഒരു കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മൾ അതിലൊരു പബ്ലിക് ഫിഗർ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ഇൻഫ്ലുവൻസർ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനേയും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. എന്തിനേയും. അതിപ്പോൾ സൈബർ ബുള്ളിങ് ആയിക്കോട്ടെ, വ്യക്തിഹത്യ ആയിക്കോട്ടെ, നെഗറ്റീവ് പോസിറ്റീവ് സപ്പോർട്ട്, ഇതെല്ലാം നമ്മൾക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എല്ലാം. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പല കോടിക്കണക്കിന് ആൾക്കാരും കോടിക്കണക്കിന് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഒരു വിഷയത്തെ, നല്ലൊരു വിഷയത്തെ അതിന് 2 സൈഡായിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാർ നിലവിലുണ്ട്. ഇപ്പോൾ ഒരാളുടെ അനുഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ അനുഭവത്തിനെ തന്നെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞ് മുറിവ് എന്ന് പറഞ്ഞ ഗാനത്തിലൂടെ ആ ഒരു അനുഭവം പങ്കുവെക്കുമ്പോൾ ആ പങ്കുവെക്കലിന് തന്നെ 2 അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ട് അന്ന് അത് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് അത് വന്നില്ല, ഇതൊരു ആൺവർഗത്തിനെ പറഞ്ഞു, ഒരു പെൺവർഗത്തിനെ കുറിച്ച്, അങ്ങനെ ഒരു ചിന്ത 2 മൈൻഡുള്ള ഒരു
ഇത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ സോഷ്യൽ മീഡിയ എന്ന്. അപ്പോൾ നമ്മൾ എന്ത് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമുക്കൊരു വീഡിയോ ഇടാനേ പറ്റില്ല. പക്ഷേ ഇതിനൊരു വ്യക്തിഹത്യ നടത്തുക, സൈബർ ബുള്ളി നടത്തുക, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇതെല്ലാം ആരോ എവിടെയോ ഇരുന്ന് ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നിട്ട് 4 ചുമരിൻ്റെ ഉള്ളിൽ നടത്തുന്ന പരിപാടികളാണ്. അതിപ്പോൾ ആര് തന്നെ ആയിക്കോട്ടെ, അത് ചെറിയ ഒരു ഇൻഫ്ലുവൻസർ തുടങ്ങി വലിയ ഒരു താരനിരയിലുള്ള ഒരു സെലിബ്രിറ്റിനെ വരെ സൈബർ ബുള്ളിങ് നടത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മളീ പോകുന്നത്. അതിൻ്റെ ഒരു സാഹചര്യം അങ്ങനെയാണ്. ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അടക്കം പുള്ളിക്കാരനെ വെച്ചിട്ട് സൈബർ വ്യക്തിഹത്യ നടത്തുന്ന ആൾക്കാർ വരെ നിലവിലുണ്ട്. അപ്പോൾ അതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കണവന് പിന്നെ ഒരു ബോധോദയം ഉണ്ടാവണം അതിങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അങ്ങനെ വിചാരിച്ചാൽ ഓക്കെ, പക്ഷെ നിർത്താൻ പറ്റുമോ വെച്ചാൽ നിർത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ. കാരണം ആ കാലം പോണത് അങ്ങനെയാണ്, സോഷ്യൽ മീഡിയൻ്റെ ഒഴുക്ക് അങ്ങനെയാണ്. അപ്പോൾ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം ഒരു സോഷ്യൽ മീഡിയ നിൽക്കുന്ന സമയം നമ്മളൊരു പ്രൈവറ്റ് ഇതിൽ തന്നെ നമ്മൾ റീൽസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിലോട്ട് ഇറങ്ങി നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് പബ്ലിക്കാക്കി നിൽക്കുന്ന സമയത്ത് അതിൽ വരുന്ന കമൻറ്റ്സ് എല്ലാം ഓരോരുത്തരുടെ അഭിപ്രായങ്ങളെ വരും. അത് നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എത്ര വീട്ടിലിരിക്കുന്നവരിനെ പോലെ വിളിക്കുന്നുണ്ട്, വീട്ടിലിരിക്കുന്നവരിനെ പോലും വിളിക്കുന്നുണ്ട്. അതെല്ലാം അക്കൗണ്ടിലെല്ലാം ചിലപ്പോൾ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വിളിക്കാം, അല്ലാത്ത അക്കൗണ്ടിൽ നിന്ന് വിളിക്കാം. നമ്മൾ ഇതിനൊക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. ഇത് ഏത് സമയത്തും നമ്മൾ ഈ ടിക്ടോക്ക് നിന്ന പോലെ ഏത് നിന്ന് പോവാം. എല്ലാം 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോകുന്ന ഒരു ജീവിതത്തിൽ നിന്നാണ് അവർ ഈ കമൻറ്റ് ബോക്സ് എല്ലാം ഇടുന്നത്. എന്നും പേഴ്സണൽ ഇതിനാരും നാളെ കാണാൻ പോകുന്നില്ല. അപ്പോൾ കാണുന്നവർ പറയുന്നവർ പറയട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ. റോസ്റ്റിംഗ് നല്ലതാണ്. അവർ വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള റോസ്റ്റിംഗ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കമൻറ്റ്സ് എല്ലാം നിലവിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുറിവ് എന്ന് പറഞ്ഞ കാരണം ഇത്രത്തോളം ഹിറ്റായതും ഇത്രത്തോളം ആളുകളിലോട്ട് എത്തിയതും ഞാൻ പേഴ്സണലി വിചാരിക്കും ഇതേപോലെ റോസ്റ്റിംഗ് ആൾക്കാർ വീഡിയോ എടുത്ത് റോസ്റ്റ് ചെയ്തതിലൂടെയും ട്രോള് വന്നതിലൂടെയും മാത്രമാണ്. അതാ പുള്ളിക്കാരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് ഇതിങ്ങനെയാണെന്ന് മറ്റുള്ളവരിലോട്ട് പാട്ടിലൂടെ, കാരണം അവരുടെ മാധ്യമം പാട്ടാണ്, അപ്പോൾ ആ ഒരു പാട്ടിലൂടെ മറ്റുള്ളവരിലോട്ട് എത്തിച്ചതിൽ ചിലവർക്ക് അത് കുരുപെട്ടു. കാരണം ആണുങ്ങളുടെ മൊത്തം അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ കുറേയൊക്കെ ഒരു രീതിയിലൊക്കെ വന്ന് ഭയങ്കര ബാഡായിട്ട് വന്നത് അങ്ങനെയൊന്നും അല്ല. പുള്ളിക്കാരൻ്റെ അനുഭവം പുള്ളിക്കാരി പങ്കുവെച്ചു, അത് അതോടെ തീർന്നു. പിന്നെ എല്ലാം സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ എല്ലാം റവന്യൂ ബേസ് ആണ്. അപ്പോൾ കമൻറ്ററിന് റവന്യൂ കിട്ടില്ല, അത്രത്തോളം അക്കൗണ്ട് റീച്ച് ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് സൈബർ ബുള്ളിങ്, വ്യക്തിഹത്യ ഇതൊന്നും നടത്താതെ സഭ്യമായ രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളെല്ലാം നിലവിലിടുക. അഭിപ്രായങ്ങൾ എല്ലാം നല്ലതാണ്, പക്ഷേ അതിൻ്റെതായ മാന്യതയിൽ തന്നെ അഭിപ്രായങ്ങൾ ഇടണം, രേഖപ്പെടുന്നതെന്നേ പറയാനുള്ളൂ. കാരണം ഇതെല്ലാം നടക്കുന്ന സോഷ്യൽ മീഡിയ അകത്താണ്. നെറ്റ് ഓഫർ തീർന്ന എല്ലാം തീർന്നു. ഒരു ദിവസം നെറ്റില്ല, സോഷ്യൽ മീഡിയ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാം തീരേണ്ടതേ ഉള്ളൂ. അതുകൊണ്ട് സഭ്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ ആയാലും റിയാക്ഷൻ വീഡിയോയിലൂടെ ആയാലും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.